ഉച്ചക്കത്തെ ലഞ്ച് ബ്രേക്കിന് തമ്മിൽ തല്ലുകൂടിയ പിള്ളേരും വൈകുന്നേരം ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഒന്നിച്ച് ഭയങ്കര രസകരമായിട്ട് കളിച്ച് പിരിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ വേറൊരു തരത്തിൽ അതിൻ്റെ ഒരു പ്രഷർ റിലീസിനും വേറൊരു തരത്തിൽ പിന്നെ അത്തരം ഒരു നിത്യശത്രുതയിലേക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ റൈവലിസത്തിലേക്കോ പോകാൻ കഴിയാത്ത വിധം അതിനെയൊക്കെ വളരെ ക്രിയേറ്റീവായിട്ട് ഒന്നുകൂടെ ഒന്ന് മെച്ചപ്പെടുത്തിയെടുക്കാൻ പറ്റുന്ന ബന്ധങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള കുറേ ഇടങ്ങൾ നമുക്ക് സമൂഹത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് അത്തരത്തിലൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ അസീൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം, നിങ്ങളൊക്കെ കളിച്ചിരുന്ന കളിക്കളങ്ങൾ എങ്ങനെ നഷ്ടപ്പെട്ടു പോയി, ഞങ്ങൾക്കില്ലാതെ പോയി, ഞങ്ങൾക്ക് നിങ്ങൾ എന്തുകൊണ്ടാണ് ടർഫുകൾ മാത്രം ബാക്കി വെച്ചത് എന്ന്. ടർഫിൽ കളിക്കണമെങ്കിൽ ഞങ്ങൾ പണം കൊടുക്കല്ലേ നടക്കുമെന്ന്. ഇത് ഭയങ്കരമായൊരു ചോദ്യമാണ്. അപ്പോൾ നമുക്കറിയാം എങ്ങനെ ഒരു മാറിയ ഒരു കാലത്താണ് ഈ കുട്ടികളുള്ളത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ആ കാലം ഭയങ്കര ഗംഭീരമായ കാലമായിരുന്നു എന്നല്ല, നമ്മളുടെ കാലത്ത് നമ്മുടേതായ ചില സാധ്യതകളായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അവരുടെ വളരെ സങ്കീർണമായ ഒരു ലോകത്താണ് അവരുള്ളത്. ആ സങ്കീർണതയെ ഉൾക്കൊള്ളാൻ നമ്മൾക്ക് ശേഷിയില്ലാത്തതുകൊണ്ട് നമ്മൾ അവരെ വല്ലാതെ കുറ്റപ്പെടുത്തുകയാണോ എന്ന് തോന്നിപ്പോവുകയാണ്.